പ്രിയപ്പെട്ട കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുടെ അരികിലേക്ക് ഒരു കഥയുമായിട്ടാണ് എത്തുന്നത്. കഥ കേൾക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. ആ കഥയിൽ ചില കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ കൂടി നമുക്ക് കേൾക്കാം. ഇത് റഷ്യയിൽ നടന്ന ഒരു കഥയാണ്. ഒരു ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി, 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി, അവൻ്റെ പേര് ഇവാൻ എന്നാണ്. ഇവാൻ വളരെ മിടുക്കനായിട്ടുള്ള നല്ല ഒരു കുട്ടിയാണ്. സ്കൂളിലെ എല്ലാ ടീച്ചർമാർക്കും അവൻ്റെ അധ്യാപകർക്കും അവനെ വളരെ ഇഷ്ടമാണ്. അങ്ങനെ അവരുടെ സ്കൂളിൽ ഒരു മത്സരം സംഘടിപ്പിച്ചു. ആ മത്സരമെന്ന് പറയുന്നത് ആ കുട്ടികൾക്ക് സ്കൂളിൽ നിന്ന് തന്നെ കുറച്ച് സാധനങ്ങൾ കൊടുത്തിട്ട് അതുകൊണ്ട് അവരൊരു വാഹനം നിർമ്മിക്കണം. ആ വാഹനം നിർമ്മിച്ചതിന് ശേഷം അത് സ്കൂളിൽ കൊണ്ടുവരികയും ആ വാഹനം ഒരു മത്സരമായിട്ട് നടത്തി ആ മത്സരത്തിൽ വിജയിക്കുന്ന കുട്ടികൾക്കാണ് സമ്മാനം കൊടുക്കുന്നത്. അങ്ങനെ നമ്മുടെ ഇവാൻ സ്കൂളിൽ നിന്ന് ആ വേണ്ടുന്നതായിട്ടുള്ള സാധന സാമഗ്രികളെല്ലാം ശേഖരിച്ചുകൊണ്ട് തൻ്റെ ഭവനത്തിൽ വന്നു. തൻ്റെ പിതാവിൻ്റെ അടുക്കൽ വന്ന് പിതാവിനോട് പറഞ്ഞു, അല്ലയോ ഡാഡി, എനിക്ക് സ്കൂളിൽ നിന്ന് കുറച്ച് സാമഗ്രികളൊക്കെ കിട്ടിയിട്ടുണ്ട്, കളിസാധനങ്ങളാണ്. എനിക്കൊരു കാറ് നിർമ്മിക്കണം, അതിന് അങ്ങയുടെ സഹായം വേണമെന്ന് പറഞ്ഞപ്പോൾ ആ പിതാവ് അത്രയും കുട്ടികളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാനൊന്നും താല്പര്യമില്ലാതെ അദ്ദേഹത്തിൻ്റെ ജീവിത പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, ജോലി, ബിസിനസ് കാര്യങ്ങൾ ഒക്കെയായിട്ട് നിൽക്കുന്നതായതുകൊണ്ട് അദ്ദേഹം അതിന് ആ കുട്ടിയുടെ വാക്കിനൊന്നും ചെവി കൊടുത്തില്ല. നീ നിൻ്റെ മമ്മിയോട് പറഞ്ഞിട്ട് നീ ചെയ്തുകൊള്ളൂ എന്ന് പറഞ്ഞ് അദ്ദേഹം അവിടെ നിന്ന് പോയി. അപ്പോൾ അവൻ്റെ അമ്മയോട് അവൻ ചെന്ന് കാര്യങ്ങൾ പറഞ്ഞു. ആ അമ്മ അവന് വേണ്ടുന്നതായിട്ടുള്ള അവരെ കൊണ്ട് ഒക്കുന്ന എല്ലാ സഹായവും ചെയ്ത് അങ്ങനെ അവരൊരു കാറ് നിർമ്മിച്ചു. ആ ഇവാൻ വളരെ മനോഹരം എന്ന് പറയാൻ കഴിയില്ല, എങ്കിലും അവനെ കൊണ്ട് ഒക്കുന്ന രീതിയിൽ തടി കൊണ്ട് ഒരു വാഹനം നിർമ്മിച്ചു. അതിന് ചെറിയ ചായമൊക്കെ പൂശി അത് അവനെ കൊണ്ട് ഒക്കുന്ന രീതിയിൽ കളറൊക്കെ ചെയ്ത് തൊട്ടടുത്ത ദിവസം സ്കൂളിലേക്ക് കൊണ്ടുപോവുകയാണ്. ആ തൊട്ടടുത്ത ദിവസമാണ് അവർ സ്കൂളിൽ കോമ്പറ്റീഷൻ ഉള്ളത്. ആ മത്സര ദിവസം അവൻ അവിടെ ചെല്ലുമ്പോൾ എല്ലാ കുട്ടികളോടുമൊപ്പം അവരുടെ മാതാപിതാക്കളെല്ലാം എത്തിയിട്ടുണ്ട്. ഇവനോടൊപ്പം അവൻ്റെ അമ്മ മാത്രമേ വന്നിട്ടുള്ളൂ. അവൻ്റെ പിതാവ് എത്തിയിട്ടില്ല. ഇവന് വലിയ സങ്കടമുണ്ടായി. എൻ്റെ അച്ഛൻ എത്തിയില്ലല്ലോ, എൻ്റെ ഡാഡി എത്തിയില്ലല്ലോ. എങ്കിലും അവൻ മത്സരത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ട് തയ്യാറായി. അങ്ങനെ മത്സരം ആരംഭിച്ചു. മത്സരം എന്ന് പറയുന്നത് ഒരു ലൈനിൻ്റെ അടുത്ത് നിന്ന് ഈ 2 കുട്ടികളെ വെച്ചാണ് ആ മത്സരം നടത്തുന്നത്. അപ്പോൾ ഈ വാഹനം അതിവേഗത്തിൽ മുന്നോട്ട് തള്ളണം. കുറച്ച് ദൂരം കഴിയുമ്പോൾ, ഏകദേശം ഒരു 10 മീറ്ററിനപ്പുറം ചെല്ലുമ്പോൾ അവിടെ ഒരു ലൈൻ ഇട്ടിട്ടുണ്ട്. ആദ്യം ഏത് വാഹനമാണോ എത്തുന്നത് ആ വാഹനത്തിൻ്റെ ഉടമയായിട്ടുള്ള കുട്ടി വിജയിക്കും. അങ്ങനെ മത്സരം ആരംഭിച്ചു. ഇവാൻ്റെ ഊഴമായി. ഇവാൻ വണ്ടി തള്ളിവിട്ടു. അവൻ്റെ ഭാഗ്യമെന്ന് പറയട്ടെ, അവൻ്റെ വാഹനമാണ് ആ മത്സരത്തിൽ 1ാം സ്ഥാനത്ത് വന്നു. അങ്ങനെ വിജയിച്ചു വരുന്ന ആളുകൾ തൊട്ടടുത്ത കുട്ടികളുമായിട്ട്, മത്സരിക്കാത്ത കുട്ടികളുമായിട്ട് കോമ്പറ്റീറ്റ് ചെയ്യണം. അങ്ങനെ മത്സരത്തിൽ ഓരോ കടമ്പകൾ കടന്ന് അങ്ങനെ ഫൈനൽ എത്തുന്ന ഒരവസരമെത്തി. ഫൈനലിൽ നമ്മുടെ ഇവാൻ കടന്നുകൂടി. ഇവാൻ്റെ വാഹനം ഫൈനലിലെത്തുകയും ഫൈനലിൽ മറ്റൊരു കുട്ടിയുമായിട്ടുള്ള മത്സരത്തിന് തയ്യാറെടുക്കാൻ വിസിൽ ചെയ്യുന്നതിന് മുമ്പ് അവരുടെ റഫറി അവരെ ലൈനായിട്ട് നിർത്തി. അപ്പോൾ ഇവാൻ തൻ്റെ റഫറിയോട് പറഞ്ഞു, സാർ, ഒരു നിമിഷം, എനിക്ക് ഒന്ന് പ്രയർ ചെയ്യണം. അപ്പോൾ ആ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി സ്വാഭാവികമായിട്ട് മത്സരം ജയിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രയർ ചെയ്യുമല്ലോ. ശരി, നിനക്ക് 1 മിനിറ്റ് സമയം, അല്ല 2 മിനിറ്റ് തരാം, നീ പ്രയർ ചെയ്തോളൂ എന്ന് പറഞ്ഞു. ആ കുട്ടി കണ്ണുകൾ അടച്ച് ആ കുട്ടി എന്തൊക്കെയോ പ്രാർത്ഥിച്ചതിന് ശേഷം ആ വാഹനം, അവരുണ്ടാക്കിയ ആ കളിപ്പാട്ട കാറ് ഉരുട്ടി വിടാനായിട്ടുള്ള ശ്രമമുണ്ടായി. വിസിൽ കേട്ടു. ഇവാനും മറ്റേ കുട്ടിയും വണ്ടി വേഗം മുന്നോട്ട് തള്ളിവിട്ടു. അങ്ങനെ വണ്ടി ഉരുണ്ടുരുണ്ട് വളരെ ആശ്ചര്യകരമെന്ന് പറയട്ടെ, ഇവാൻ്റെ വാഹനമാണ് അന്ന് സമ്മാനാർഹമായി 1ാമതെത്തിയത്. അപ്പോൾ ഇവാൻ തുള്ളിച്ചാടി. ഈ വലിയ സന്തോഷം കാണാൻ തൻ്റെ പിതാവ് എത്തിച്ചേർന്നിട്ടില്ല. പക്ഷേ അവൻ്റെ മാതാവ് അവൻ്റെ കൂടെ ഉണ്ട്. ആ മാതാവ് ആ കുട്ടിയെ ചേർത്ത് പിടിച്ചു, അവനെ എടുത്തുയർത്തി. വലിയ സന്തോഷം. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് അവന് സമ്മാനം കൊടുക്കുന്ന ഒരു സന്ദർഭമാണ്. ആ സമ്മാനം കൊടുക്കുന്ന സമയത്ത് ഈ കുട്ടിയുടെ അരികിലേക്ക്, ഇവാൻ്റെ അരികിലേക്ക് ആ റഫറിയായിട്ട് നിന്ന അധ്യാപകൻ വന്നിട്ട് ചോദിച്ചു, ഇവാനെ, നിൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടല്ലോ, നിൻ്റെ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണല്ലോ നീ വിജയിച്ചല്ലോ, നീ ഒരു ലക്കി ബോയ് ആണ്, നീ പ്രാർത്ഥിക്കുന്ന എന്ത് നിൻ്റെ ദൈവം നിനക്ക് തരുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോഴേ ഇവാൻ ആ അധ്യാപകൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു, സാർ, ഞാൻ വിജയിക്കാനായിട്ടല്ല പ്രാർത്ഥിച്ചത്.
ആ സാർ അതിശയത്തോടെ അവനെ നോക്കി. നീ വിജയിക്കാനല്ലെങ്കിൽ പിന്നെ എന്താണ് 2 മിനിറ്റ് സമയം നീ കൈകൾ കൂപ്പി കണ്ണുകളടച്ച് നീ പ്രാർത്ഥിക്കുന്നത് ഞാൻ കണ്ടതാണല്ലോ. അപ്പം നീ പ്രാർത്ഥിച്ചില്ല, നീ വിജയിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചില്ല എന്ന് പറയുന്നത് എന്താണ് കുട്ടി എന്ന് ചോദിച്ചപ്പോൾ ഇവാൻ പറഞ്ഞു, സാർ ഞാൻ പ്രാർത്ഥിച്ചത് വിജയിക്കുവാൻ വേണ്ടി ആയിരുന്നില്ല. ഞാൻ പരാജയപ്പെടുകയാണെങ്കിൽ ഞാൻ തകർന്നു പോകാതെ ഞാൻ കരയാൻ പാടില്ല എന്ന് ദൈവത്തോട് എന്നെ കരയിപ്പിക്കരുത് എന്നാണ് പ്രാർത്ഥിച്ചത്. ഈ പരാജയത്തെ ഉൾക്കൊള്ളാൻ എനിക്ക് ശക്തി നൽകണമേ എന്നാണ് ആ കുട്ടി ദൈവത്തോട് പ്രാർത്ഥിച്ചതെന്ന് ആ അധ്യാപകനോട് പറഞ്ഞു. അപ്പോൾ അത് കേട്ടുകൊണ്ടിരുന്ന അധ്യാപകൻ തന്നെ ഞെട്ടിപ്പോയി. നമ്മുടെ ഈ സമൂഹത്തിലും നമ്മുടെ ഈ ലോകത്തും എല്ലാവർക്കും വിജയിയാകുവാനാണ് ആഗ്രഹിക്കുന്നത്. എല്ലാവർക്കും വിജയിക്കണം. അത് അധ്യാപകരായാലും കുട്ടികളായാലും രാഷ്ട്രീയക്കാരായാലും കളികളിലായാലും എവിടെയും വിജയിയെ അല്ലെങ്കിൽ വിജയത്തിൻ്റെ ഉന്നത ശൃംഖങ്ങളിൽ ഉത്തുംഗ ശൃംഖങ്ങളിൽ എത്തുന്നവരെയാണ് എല്ലാവരും അംഗീകരിക്കുന്നത്. അതിലേക്ക് വേണ്ടിയിട്ടാണ് മനുഷ്യരെല്ലാം പ്രയാണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ പരാജയത്തെ ഉൾക്കൊള്ളാൻ അല്ലെങ്കിൽ പരാജയത്തിൽ എനിക്ക് നിലമറന്നു പോകാതെ തകർന്നു പോകാതെ ആ പരാജയം ഒരു പാഠമാക്കിയിട്ട് മുകളിലേക്ക് കുതിച്ചുയരണം, നാളുകളുടെ ശോഭയായി മാറണമെന്ന് ചിന്തിക്കുന്ന ആളുകൾ, ആ പരാജയത്തെ ഉൾക്കൊള്ളാൻ കഴിയണമേ, ആ പരാജയത്തിൽ തകർന്നു പോകാതെ മുന്നോട്ട് പോകുവാൻ കഴിയണമെന്ന് ഒരാൾ പോലും ആഗ്രഹിക്കുകയോ ചിന്തിക്കുകയോ ചെയ്യാത്ത ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. നമുക്ക് ഈ APJ അബ്ദുൽ കലാമിനെ പറ്റി അദ്ദേഹത്തിൻ്റെ അഗ്നിച്ചിറകൾ എന്ന് പറയുന്ന പുസ്തകം വായിക്കുമ്പോൾ അവർ അനുഭവിച്ചതായിട്ടുള്ള അവരുടെ ജീവിത ചരിത്രങ്ങൾ നമുക്ക് വായിക്കുവാൻ കഴിയും. നമ്മുടെ തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രത്തിൽ നിന്ന് അമേരിക്കയൊക്കെ ചന്ദ്രനിലേക്ക് ആളിനെ വിടുമ്പം പോലും സ്വന്തമായിട്ടൊരു റോക്കറ്റ് സാങ്കേതിക വിദ്യയോ റോക്കറ്റോ കണ്ടുപിടിക്കാനില്ലാതെ കടം മേടിച്ച അപ്പാച്ചെ എന്ന് പറയുന്ന ഒരു റോക്കറ്റ് വിക്ഷേപിച്ചുകൊണ്ടാണ് തുമ്പ വിക്ഷേപണ കേന്ദ്രത്തിൽ വിക്ഷേപിച്ചുകൊണ്ടാണ് ആ ഇന്ത്യയുടെ തുടക്കമെന്ന് പറയുന്നത്. അനവധി റോക്കറ്റുകൾ വിക്ഷേപിച്ച് നമ്മൾ പരാജയപ്പെട്ട് കൂപ്പുകുത്തി. പക്ഷേ അതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് നമ്മുടെ റോക്കറ്റ് സാങ്കേതിക വിദ്യ ഇന്ന് ലോകത്തിന് മാതൃകയായിട്ട് ലോകത്തിൽ നമ്മൾ ചന്ദ്രയാനിലേക്കും മംഗൾയാനിലേക്കും ഒക്കെ പ്രവേശിച്ചുകൊണ്ട് ഇനി ചന്ദ്രനിലേക്ക് ആളിനെ ഇറക്കുന്ന തരത്തിലേക്ക് നമ്മുടെ ഇന്ത്യ, നമ്മുടെ ഭാരതം മാറി. അത് ഒരു തോൽവിയിൽ നമ്മൾ പുറമോട്ട് പോയിരുന്നെങ്കിൽ, ഒരു വീഴ്ചയിൽ നമ്മൾ പുറമോട്ട് പോയിരുന്നെങ്കിൽ, ഒരു പരാജയത്തിൽ നമ്മൾ പുറമോട്ട് പോയിരുന്നെങ്കിൽ ഇന്ത്യ മഹാരാജ്യത്തിന് ഒരിക്കലും ഇന്ന് കാണുന്ന ഒരു സൂപ്പർ പവറായി പ്രത്യേകിച്ച് റോക്കറ്റ് സാങ്കേതിക വിദ്യയുടെ മേഖലകളിൽ ഒരിക്കലും എത്തുവാൻ കഴിയില്ലായിരുന്നു എന്നുള്ളത് നമ്മൾ സ്മരിക്കേണ്ടിയിരിക്കുന്നു. APJ അബ്ദുൽ കലാമിനെ സാറിനെ പോലെയും ഒരുപാട് ശാസ്ത്രജ്ഞന്മാർ തങ്ങളുടെ ജീവിതവും ജീവനും എല്ലാം നമ്മുടെ രാജ്യത്തിന് വേണ്ടി സമർപ്പിച്ച് ഓരോ പരാജയത്തിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അതിനെ വിജയമാക്കണം എന്നുള്ള നിരന്തരമായ പരിശ്രമത്തിലാണ് ഇന്ന് കാണുന്ന വിജയത്തിലേക്ക് നമ്മുടെ രാജ്യം എത്തിയത്. അപ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, പരാജയമെന്ന് പറയുന്നത് ഒരു അവസാന വാക്കല്ല. പരാജയമെന്ന് പറയുന്നത് നമുക്ക് സ്റ്റഡി മെറ്റീരിയലാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിലേക്ക് നമുക്ക് തരുന്ന ഇന്ധനമാണ്, അല്ലെങ്കിൽ നമുക്ക് പഠിക്കുവാനുള്ള പാഠങ്ങളാണ്. ആ പാഠങ്ങളിൽ നമ്മൾ മുന്നോട്ട് പോവുകയാണ്, നമ്മൾ അവസാനം ഒരു വിജയിയായി തന്നെ ആയി മാറും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. കാരണം പിഞ്ചു കുഞ്ഞുങ്ങൾ, നമ്മൾ പ്രസവിച്ചിട്ട് കൊച്ചു കുഞ്ഞുങ്ങൾ മുട്ടയിൽ എഴഞ്ഞ് നടക്കുമ്പോൾ അവരെഴുന്നേൽക്കുവാൻ ശ്രമിക്കുമ്പോൾ അവർ വീഴാറുണ്ട്. ആ വീഴുമ്പോൾ ഞാൻ വീണു പോയല്ലോ എന്ന് കരുതി ഒരു കുഞ്ഞ് എഴുന്നേക്കാതിരുന്നുവെങ്കിൽ ആ കുഞ്ഞ് ഒരിക്കലും എണീറ്റ് നടക്കുവാൻ പോകുന്നില്ല. എന്നാൽ ഓരോ വീഴ്ചകളിലും വീണ്ടും വീണ്ടും പിടിച്ചെണീറ്റ് മുന്നോട്ട് എണീറ്റ് നടക്കുവാനും നിൽക്കുവാനും ആ കുഞ്ഞ് നിരന്തരമായിട്ട് ശ്രമിക്കുമ്പോഴാണ് ആ കുഞ്ഞ് എഴുന്നേറ്റ് നിന്നിട്ട് പതിയെ പിച്ച വെച്ച് നടക്കുവാൻ ശ്രമിച്ച് നടന്ന് വിജയിക്കുന്നത്. അതുപോലെ നമ്മുടെ പരാജയങ്ങളെ നമുക്കൊരു പാഠമാക്കി മാറ്റിക്കൊണ്ട് പുതിയ മേച്ചിൽപ്പുറങ്ങളിലേക്ക് പുതിയ വിജയങ്ങളിലേക്ക് നമുക്ക് എത്താൻ കഴിയട്ടെ. എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് പ്രിയപ്പെട്ട കൂട്ടുകാർക്കെല്ലാം കഥ ഇഷ്ടമായി എന്ന് വിശ്വസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.